പിന്നീടുള്ള ഒരു ഒബ്ജക്റ്റീവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടു മെയിൻറ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് അല്ലേ. അപ്പോൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടുകൾ അല്ലെങ്കിൽ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്സുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അത് യൂട്ടിലൈസ് ചെയ്യാനും സഹായിക്കുക അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാനും ഉള്ള ഒരു മാർഗം കൂടിയാണ് എന്ത് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എന്ത് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. പിന്നെ ടു അണ്ടർടേക്ക് അതർ മെഷേഴ്സ് കണ്ടക്റ്റീവ് ഫോർ ദ ഇൻസിഡൻ്റൽ ടു ദ എബോ ഒബ്ജക്ട്സ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റീവ്സിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യുക, കാഴ്ചവെക്കുക, അതൊക്കെ എന്ത് ചെയ്യുക, മുൻകൈയെടുത്ത് നടത്തുക, അതൊക്കെ കണ്ടക്ട് ചെയ്യുക എന്നതാണ് എന്ത് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു ഒബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫണ്ട് എങ്ങനെയാവണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫണ്ട്സ് ഓഫ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. അപ്പോൾ ദ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് കോപ്പറേറ്റീവ് സെൻട്രൽ ബാങ്ക് ഓർഡിനറി വേരീസ് ഫ്രം ₹50 lakh to ₹1 crore. There are two types of shares: A class shares intended to the members of societies and the share value of usually ₹100, and B class shares reserved for the state government. The funds of the central cooperative bank include share capital from the member societies and the government deposit from the members and non-members, reserve fund and other reserves created by the bank, loans from the state cooperative bank അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുന്നത് ഇവരുടെ ശരിക്കുള്ള സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിലെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ശരിക്കും എത്രയാണ്, സാധാരണയായിട്ട് 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലാണ് എന്ത് ചെയ്യുക ഉണ്ടാവുക. പിന്നെ 2 തരത്തിലുള്ള ഷെയർസ് ഉണ്ടാകുക, ഒന്ന് എ ക്ലാസ് ഷെയറും ഒന്ന് ബി ക്ലാസ് ഷെയറും. എ ക്ലാസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്താണ് ഈ മെമ്പേഴ്സിനുള്ള ആ മെമ്പർ സൊസൈറ്റീസിലുള്ള മെമ്പേഴ്സിനുള്ള ഷെയർസാണ് എന്ത് എ ക്ലാസ് ഷെയർസ്. അതിന് യൂഷ്വലി എന്താണ് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഷെയർ വാല്യൂ എന്താണ് ഏകദേശം 100 രൂപയാണ് അതിൻ്റെ ഷെയർ വാല്യൂ വരിക. പിന്നെ ബി ക്ലാസ് ഷെയർസ് എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള ഷെയർസാണ്. പിന്നെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫണ്ട്സ് ഓഫ് ദ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻക്ലൂഡ് ഷെയർ ക്യാപിറ്റൽ ഫ്രം ദ മെമ്പർ സൊസൈറ്റീസ് ആൻഡ് ദ ഗവൺമെൻറ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത് അതായത് ഈ ഫണ്ട് എന്ന് പറഞ്ഞാൽ അതായത് ഈ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിലെ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ മെമ്പേഴ്സ് എടുത്തിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ആ എമൗണ്ട്, പിന്നെ അതുപോലെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഷെയർസ് എടുത്തിട്ടുള്ള ആ ഒരു എമൗണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ഡെപ്പോസിറ്റ്സ്, പിന്നെ നോൺ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ഡെപ്പോസിറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് റിസർവ് ഫണ്ട്, പിന്നെ റിസർവ് ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിസർവ് ഫണ്ടുകൾ, പിന്നെ ലോണുകൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നുള്ള ലോണുകൾ. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഈ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫണ്ട് അല്ലേ. അപ്പോൾ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫണ്ടുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ എത്രയാണ് നോക്കണം അല്ലേ. സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഒരാൾക്ക് വാങ്ങാവുന്ന മാക്സിമം എത്ര വാങ്ങാം, എത്ര എമൗണ്ട് വരെ വാങ്ങാം എന്നുള്ളതാണ്. യൂഷ്വലി ഇറ്റ് ഈസ് 10 times ഓഫ് ദ പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ മെമ്പർ സൊസൈറ്റി. ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് ദ മാക്സിമം ലിമിറ്റ് ഫിക്സഡ് ബൈ ദ ബൈലോസ് ഓഫ് ദ മെമ്പർ സൊസൈറ്റീസ്. അപ്പോൾ മെമ്പർ സൊസൈറ്റീസിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റൽ അല്ലെ, പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ നോക്കുക, അതിൻ്റെ 10 times വരെ എന്ത് ചെയ്യാം നമുക്ക് വാങ്ങാം. അതായത് മാക്സിമം ഒരു ഇൻഡിവിജ്വൽ ബോറോവർക്ക് അനുവദനീയമാണ്. അതിലപ്പുറത്തേക്ക് എന്തില്ല, അതായത് ബൈലോ പ്രകാരം അതിനപ്പുറത്തേക്ക് ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ ലഭ്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം ബോറോയിങ് പവർ, ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ എത്രയാണ്, 10 times ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ മെമ്പർ സൊസൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്. അപ്പോൾ ആസ് ഇറ്റ് ഈസ് ദ കേസ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് ദ ബാങ്ക് ഈസ് ദ ജനറൽ ബോഡി. വൺ ഡെലിഗേറ്റ് ഈച്ച് ഓഫ് ദ അഫിലിയേറ്റഡ് സൊസൈറ്റി വിൽ ദ ജനറൽ ബോഡി ഓഫ് ദ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. എ ഡെലിഗേഷൻ ക്യാൻ ബി റിമൂവ്ഡ് ഓർ റീപ്ലേസ്ഡ് ബൈ അനദർ അറ്റ് ദ വിൽ ഓഫ് ദ സൊസൈറ്റി വിച്ച് ഹാസ് ഇലക്റ്റഡ് ഹിം ആസ് എ ഡെലിഗേറ്റ് അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ സെൻട്രൽ കോപ്പറേറ്റീവിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ്
കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിനുള്ള അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ജനറൽ ബോഡിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്താ വെച്ചാൽ ഓരോ 1 ഡെലിഗേറ്റ് ഈച്ച് ഓഫ് ദ അഫിലിയേറ്റഡ് സൊസൈറ്റി, ഓരോ അഫിലിയേറ്റഡ് സൊസൈറ്റീസിനും ഒരു ഡെലിഗേറ്ററി പേഴ്സൺ ഉണ്ടാവും. പിന്നെ എന്താണ് വിൽ ഫോം ദ ജനറൽ ബോഡി ഓഫ് ദ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അല്ലേ. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടിയിട്ടാണ്, അങ്ങനെയുള്ള ഓരോ ഡെലിഗേറ്റ്സ് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ജനറൽ ബോഡി എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത്. അപ്പോൾ എ ഡെലിഗേറ്റ് ക്യാൻ ബി റിമൂവ്ഡ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡെലിഗേറ്റിനെ എന്ത് ചെയ്യുക റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക അനദർ അറ്റ് വിൽ ബി ദ സൊസൈറ്റി വിച്ച് ഹാസ് ഇലക്റ്റഡ് ഹിം ആസ് എ ഡെലിഗേറ്റ്. അപ്പോൾ ഒരാളെ വേണമെങ്കിൽ ഒരു ഡെലിഗേറ്റിനെ മാറ്റി വേറെ ഡെലിഗേറ്റിനെ വെക്കാം, അല്ലെങ്കിൽ ഒരു ഡെലിഗേറ്റ് എന്തിനെ റിമൂവ് ചെയ്ത് വേറൊരു ഡെലിഗേറ്റിനെ വെക്കാം. ഇങ്ങനെയുള്ള ഡെലിഗേറ്റ്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ജനറൽ ബോഡി ചേരുന്നത്. അപ്പോൾ ഈ ജനറൽ ബോഡിയാണ് എന്ത് ഇതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് ഈ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി അതിൻ്റെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലേ. അപ്പോൾ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ദ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് 3 കാറ്റഗറീസ് ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ 3 ടൈപ്പ് കാറ്റഗറി മെമ്പേഴ്സാണുള്ളത്. ഒന്ന് ഡെലിഗേറ്റ്സ് ഫ്രം ദ മെമ്പർ സൊസൈറ്റീസ് അല്ലേ. അപ്പോൾ മെമ്പർ സൊസൈറ്റീസ് എന്നുള്ള ഡെലിഗേറ്റ്സ് അവരെങ്ങനെയാണ് അറ്റ് ദ റേറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 പെർ താലൂക്ക്. അപ്പോൾ ഒരു താലൂക്കിൽ നിന്ന് ഒരു ഡെലിഗേറ്റ് അല്ലേ. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ദ ഗവൺമെൻറ് നോമിനീസ്, രണ്ടാമത്തെ ഗവൺമെൻറ് നോമിനീസാണ്. മൂന്നാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ 1 നോമിനി ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലേ. അപ്പോൾ ഒരു നോമിനി എവിടെയാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇവരാണ്. പിന്നെ അറിയേണ്ടത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വർഷമാണ് എന്ത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കാലാവധി. അപ്പോൾ ഇതാണ് ബോർഡ് മാനേജ്മെൻറ്റ് വരുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, മാനേജ്മെൻറ്റിൽ ഫൈനൽ അതോറിറ്റി എന്താണ് ഈ ജനറൽ ബോഡിയാണ്. പിന്നെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്. ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് ആരാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കാലാവധി 3 വർഷമാണ്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന മെമ്പേഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്നത് ആരൊക്കെയാണ് നോക്കി നോക്കാം. ഫോർ ദ പ്രോംപ്റ്റ് ട്രാൻസാക്ഷൻ of business, board of management delegate some of its powers and functions of an executive committee consist of 5 members apart from president, vice president, 2 elected members and 1 representative of the state cooperative bank will be executive committee. The general manager is the chief executive of the bank and he is responsible for the day-to-day administration of the bank അല്ലേ. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 5 മെമ്പേഴ്സ് ഉണ്ടാവുക. ഒന്ന് പ്രസിഡൻറ്റ്, ഒന്ന് വൈസ് പ്രസിഡൻറ്റ്, പിന്നെ എന്താണ് 2 ഇലക്റ്റഡ് മെമ്പേഴ്സ് അല്ലേ. അപ്പോൾ ബോർഡിൽ നിന്നുള്ള 2 ഇലക്റ്റഡ് മെമ്പേഴ്സ്, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരാളെന്താണ് സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ്. അങ്ങനെ 5 പേരാണ് എന്തുണ്ടാവുക എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ മാനേജറാണ്. ജനറൽ മാനേജർ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. അദ്ദേഹമാണ് ജനറൽ മാനേജർ ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. അപ്പോൾ ജനറൽ മാനേജറാണ് അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ്. അദ്ദേഹമാണ് ബാങ്കിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ. അപ്പോൾ ഇതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അതായത് ഫണ്ട് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് ബോറോയിങ് പവർ എങ്ങനെയാണെന്ന് പറഞ്ഞു. മാനേജ്മെൻറ്റ് എങ്ങനെയാണ് പറഞ്ഞു. മാനേജ്മെൻറ്റിൽ തന്നെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു. അവരുടെ കാലാവധി എത്രയാണെന്ന് പറഞ്ഞു. ഇനി എന്താണ് അതിനുശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരൊക്കെ വരും. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്, ജനറൽ മാനേജറാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ അഡ്മിനിസ്ട്രേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ എന്നും പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അതായത് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ കോപ്പറേറ്റീവ് ബാങ്ക് ഷോൾ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫോളോസ്. താഴെ പറയുന്ന രീതിയിലാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒന്ന് 25% ഓഫ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട് അല്ലേ. അപ്പോൾ 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടേക്ക് പോകും, റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കും നെറ്റ് പ്രോഫിറ്റിൻ്റെ. പിന്നെ 5% സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് ₹60,000 ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ ഫണ്ട്. അപ്പോൾ അതിൽ ബാക്കി ഒരു 5%, അപ്പോൾ മാക്സിമം എന്താണ് ഏകദേശം ഒരു നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു 60,000 വരെ എന്താവും, അത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ ഫണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, മാറ്റിവെക്കും. 5% എന്താണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% എന്താവും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടാക്കിയിട്ട് മാറ്റിവെക്കും. 10% എന്താവും നെറ്റ് പ്രോഫിറ്റ് എന്താക്കും കോപ്പറേറ്റീവ്
മെമ്പർ റിലീഫ് ഫണ്ട് അല്ലേ, സബ്ജക്റ്റ് ടു മാക്സിമം ഓഫ് ₹1 lakh. അതായത് 10% എന്താക്കി വെച്ചാൽ കോപ്പറേറ്റീവ് മെമ്പേഴ്സ് റിലീഫ് ഫണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, മാറ്റിവെക്കും അല്ലേ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയുന്നത് 7% നെറ്റ് പ്രോഫിറ്റ് എന്താവും, അത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സബ്സിഡിയേഷൻ ഫണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, മാറ്റിവെക്കും. പിന്നെ ബാക്കി വരുന്നത് ബാലൻസ് ടു ദ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് പെർ ബൈലോസ് പ്രൊവിഷൻസ് അല്ലേ. ബാക്കി വരുന്നത് എന്താണ്, ബൈലോസിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പ്രോഫിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 25% എന്താണ് റിസർവ് ഫണ്ടാക്കി, 5% എന്താണ് എഡ്യൂക്കേഷണൽ ഫണ്ടാക്കിയിട്ടും, 5% എന്താണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടാക്കിയിട്ടും, 10% എന്താണ് കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടാക്കിയിട്ടും, 7% എന്താണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സബ്സിഡിയേഷൻ ഫണ്ടാക്കിയിട്ടും, ബാക്കി ബാലൻസ് വരുന്നത് എന്താണ് ബൈലോ പ്രകാരമുള്ള ഡിസ്ട്രിബ്യൂഷനാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു പാറ്റേണിലാണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഇനി സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ പൊസിഷൻ എന്താണ്, കേരളത്തിലെ അവസ്ഥ എന്താണ്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അവരുടെ എന്താണ് ലോണിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പൊസിഷൻ ഓഫ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പൊസിഷൻ ഇൻ കേരള അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത്, അതായത് ദ കേരള സ്റ്റേറ്റ് കംപ്രൈസസ് 3 definite regions of Travancore, Cochin and Malabar areas of the former Madras state. In Travancore, the area up to 1958, the Travancore Central Cooperative Banks was undertaken the function of the Central Cooperative Bank in the different district. In the Cochin area, there was this one Central Cooperative Bank with the headquarters at Trichur. In the Malabar area, the one Central Cooperative Bank at Calicut. According to the implementation of recognition program of Central Cooperative Bank, each district of Kerala state was allotted district cooperative bank from 1958 onwards. Now Kerala state has 14 district cooperative bank in the 14 revenue district അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ശരിക്കും പണ്ട് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മദ്രാസ് സ്റ്റേറ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ ആ മദ്രാസ് സ്റ്റേറ്റിൽ 3 പ്രധാനപ്പെട്ട റീജിയൻസ് ആയിട്ട്, അതായത് ഒന്ന് ട്രാവൻകൂർ റീജിയൻ, ഒന്ന് കൊച്ചിൻ റീജിയൻ, ഒന്ന് മലബാർ റീജിയൻ, അങ്ങനെ 3 റീജിയനാക്കി തരംതിരിച്ചിരുന്നു. അപ്പോൾ ആ 3 റീജിയനും ഉൾപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ ഒരു റീജിയനിൽ ഒരു സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള നിലയ്ക്കാണ് പ്രവർത്തിച്ചു പോന്നിരുന്നത്. അപ്പോൾ ഇപ്പം ട്രാവൻകൂർ എന്ത് ചെയ്യുന്നു, ട്രാവൻകൂറിലൊരു സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊച്ചിൻ സെൻറ്റർ ചെയ്തിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്ക്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തൃശ്ശൂരായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ് കാലിക്കറ്റ് മലബാർ ഏരിയയിൽ ഉള്ള ഒരു അതിനെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് കോഴിക്കോട് കാലിക്കറ്റ് ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് ഒരു സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അലോട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ മദ്രാസ് സ്റ്റേറ്റ് ആയിരുന്ന കാലത്ത് 3 റീജിയൻസ് ആക്കിയിട്ട് അല്ലേ. പിന്നീട് എന്തായി 1958 ഓൺവേർഡ്സ്, 1958 ശേഷം എന്താണ് കേരളത്തിൽ ഓരോ ജില്ലാടിസ്ഥാനത്തിൽ ഓരോ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ത് ചെയ്തു, ഫോം ചെയ്തു. അതായത് 14 റവന്യൂ ഡിസ്ട്രിക്റ്റിനും സെപ്പറേറ്റ് 14 ഓരോ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ, ഇന്നത്തെ പൊസിഷൻ നമ്മൾ പറയുന്നത്. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. എന്തൊക്കെ ഫങ്ഷൻസ്? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് occupy a position cardinal importance in the cooperative credit structure. They form important link between apex of cooperative bank and the primary cooperatives. The success of cooperative credit movement largely depends on their financial strength. These banks play crucial role by arranging a regular flow of the credit to the primaries. They act as the balancing centers of primaries by pooling the resources of the primaries and disbursing them to the needy societies അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത്, അതായത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്കും അതുപോലെ പ്രൈമറി കോപ്പറേറ്റീവ്സും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ടാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെൻറ്റിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്ത അതിൻ്റെ ഒരു ശക്തിക്ക്, അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിന് ഒന്നും
കൂടി ബൂസ്റ്റ് ചെയ്യാൻ ഒരു സഹായകമായിട്ടുള്ള ഒരു ടൈപ്പ് ഈ ഒരു സിസ്റ്റത്തിലൊരു ടൈപ്പ് ബാങ്ക് കൂടിയാണ് എന്ത് ഈ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവർ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ റോളാണ് ശരിക്കും എന്ത് ഒരു പ്രൈമറി സൊസൈറ്റീസിലേക്കുള്ള ഒരു ക്രെഡിറ്റ്, ആ ക്രെഡിറ്റ് ടു പ്രൈമറി സൊസൈറ്റീസിലേക്ക് കൊടുക്കുന്ന ക്രെഡിറ്റിൻ്റെ ഒരു ക്രൂഷ്യൽ റോള്, ആ ഒരു റോള് ആങ്കർ ചെയ്തു പോകുന്നവരാണ് ഈ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. പിന്നെ ശരിക്കും ഒരു ബാലൻസിങ് സെൻറ്റേഴ്സാണ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സിനിടയ്ക്കുള്ള ഒരു റിസോഴ്സസിനെ പൂൾ ചെയ്യുന്നതിലുള്ള ഒരു ബാലൻസിങ് സെൻറ്റർ കൂടിയാണ് ശരിക്കും ഈ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്.